എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഒരു ഇടപെടലിന്റെ ഫലമായിട്ട് പയ്യന്നൂര് ആരാധന മഹോത്സവത്തിന് ശേഷം ഭക്ഷണത്തിന്റെ വേസ്റ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റുകള് പയ്യന്നൂർ അമ്പലത്തിന്റെ മൈതാനിയിൽ തള്ളിയ വിഷയം പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ച ഒരേ ഒരു മാധ്യമം പച്ചവെളിച്ചമായിരുന്നു. ഈ വിഷയം വളരെ ഗൌരവത്തിൽ അതിനെ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടവരെ കാണുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ ഈ എല്ലാ മാസവും ഹരിതകർമ്മസേനക്ക് 50 രൂപ വെച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്നൊന്നും പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നൊന്നുമില്ല. പയ്യന്നൂർ പ്ലാസ്റ്റിക് രഹിത നഗരസഭയാണ്. അങ്ങനെയുള്ള നമ്മളെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നഗരസഭയുടെ ഹരിതകർമ്മസേനക്ക് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനത്തിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന ഈ പ്ലാസ്റ്റിക് കൊടുത്തിട്ട് 50 രൂപ കൊടുത്തിട്ട് അതൊക്കെ നമ്മളെ വീടുകളിലോ മറ്റൊക്കെ വലിച്ചെറിയാതെ അതിനോട് സഹകരിക്കുന്ന ഒരു സംവിധാനമാണ് പയ്യന്നൂരിലുള്ളത്. അത് തന്നെയാണ് പയ്യന്നൂരിന് പുറത്തുള്ളത്. എന്നാൽ ഈ സമ്പന്നരായ ആൾക്കാർക്ക്, സ്വാധീനമുള്ളവർക്ക് എന്തും ചെയ്യാം. നമ്മളിവിടെ മൂക്ക് പൊത്തിയിട്ട് നിൽക്കാൻ പറ്റും. കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു ഭക്ഷണത്തിന്റെ അവശിഷ്ടം മാത്രമല്ല, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങള് ഇവിടെ തള്ളിയ വിഷയം പച്ചവെളിച്ചം ഇടിയുള്ള ആളുകൾ വിളിച്ചറിയിച്ചിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ പച്ചവെളിച്ചം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് നഗരസഭയിൽ ഇവിടുത്തെ മാലിന്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പച്ചവെളിച്ചം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ആരാധന മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് അവസാന ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നം, ഇതൊക്കെ ഇവര് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. നമ്മൾക്കറിയാം. നമ്മളെ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് 14 ദിവസം ഭക്ഷണമൊക്കെ ആരാധനയിലെ എല്ലാ ദിവസവും ഭക്ഷണമാക്കുക, ആ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല, അതുകൊണ്ട് ഇവിടെ ആ രീതിയിലുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പച്ചവെളിച്ചമടക്കമുള്ള തിരുമാൾ ഭക്തര് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നിരന്തരമായിട്ട് പറയുകയും ഇവരുടെ സംഘാടക സമിതി രൂപീകരണത്തിൽ പോയിട്ട് ആ വിവരം ആ മീറ്റിംഗിൽ പറയുകയും അതിനുശേഷമുള്ള മീറ്റിംഗിൽ ആ നിലപാട് തുടരുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ആ സമയത്തൊക്കെ വ്യത്യസ്തമായ നിലപാട്, ഇതാരാ നമ്മൾ തീരുമാനിക്കും, ഇതാരാ ചോദിക്കാൻ എന്നുള്ള ധാർഷ്ട്യമായിരുന്നു പലർക്കും ഇവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ അനന്തരഫലമായിരുന്നു പെരുമാൾ ഭക്തർക്ക് പെരുമാളുടെ അവസാനത്തെ ആരാധന മഹോത്സവത്തിന്റെ അവസാനത്തെ ദിവസം 10,000-കണക്കിന് ആളുകൾക്ക് ഇവിടെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്ത സമയത്ത് ആ ദിവസങ്ങളിൽ ആ ദിവസം അതിന്റെ തലേ ദിവസവും ഇവിടെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിച്ചത് പെരുമാൾ ഭക്തരായിരുന്നു എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആളുകള് ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റ് കഴുകാൻ വേണ്ടി പറ്റാതെ അലയുന്ന ഒരു സാഹചര്യം, ക്യൂ നിന്നിട്ട് അവർക്ക് മതിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം. നമ്മളെ മനസ്സിലാക്കിയിടത്തോളം 15 കിൻഡൽ അരിയാണ് വെച്ചിരുന്നാന്ന് പറയുന്നത്. 15 കിൻഡൽ അരി വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എത്ര ആൾക്ക് കൊടുക്കാം. 25,000 പേർക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് കൊട്ടിഘോഷിച്ച് മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് വലിയ വർത്തമാനം പറഞ്ഞിട്ടുള്ള ഇവര് അവസാന ദിവസം എത്രയൊക്കെ ഭക്ഷണം കൊടുത്തത് 15 കിൻഡൽ അരി അവർ വെച്ചിരുന്നു. ഒരു കൂട്ടർ പറയുന്നത് 8 കിൻഡലേ വെച്ചിട്ടുള്ള, മറ്റേ കൂട്ടർ പറയുന്നത് 15 കിൻഡലാണ് വെച്ചിരുന്നത്. എന്തായാലും 15 കിൻഡൽ അരി വെച്ച് കഴിഞ്ഞാൽ 15,000 ആൾക്ക് മാക്സിമം കൊടുക്കാൻ എന്നല്ലാതെ 25,000 ആൾക്കാർക്ക് ഒരു കാരണവശാലും കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി കാണാൻ വേണ്ടിയിട്ട് മൊത്തത്തില് മാലിന്യ പ്രശ്നം അത് കൂടാതെ ഇവർ ഇപ്രാവശ്യം ചെയ്ത ഏറ്റവും വലിയ ചേലാണ് അവരുടെ ഈ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ. എന്തൊരു ധിക്കാരമാണ്. നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് പല കാര്യങ്ങൾക്കും നഗരസഭയിലെ മാലിന്യ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് ഇപ്പോഴത്തെ ഹെൽത്തിന്റെ ചുമതലയുള്ള ആൾക്കാർ എടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ തള്ളിക്കളയുന്നില്ല. അവരെ വിളിച്ചാൽ പറഞ്ഞാൽ അതിനോട് ഗൗരവത്തോട് അവർ സമീപിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മളൊരു നിലപാടെടുത്തിന് ഇപ്രാവശ്യം ഹരിതകർമ്മസേന വന്ന് ഇതിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഹരിതകർമ്മസേന വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊടുക്കാതെ പ്ലാസ്റ്റിക് ഇവർക്ക് കുഴിച്ചിടാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഈ പ്ലാസ്റ്റിക്കിന് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് പച്ചവെളിച്ചം വളരെ വ്യക്തമായിട്ട് നഗരസഭയോട് പറഞ്ഞിരുന്നു. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഇനി പച്ചവെളിച്ചം പറഞ്ഞതുകൊണ്ടോ മഞ്ഞ വെളിച്ചം പറഞ്ഞതുകൊണ്ടോ ഒന്നും ഞാൻ കാണുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇതാ നമ്മളെ ആൾക്കാർ, നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടാന്ന്. ഇതാ ഇവിടുന്ന് കളിച്ചു വരുന്ന സാധനങ്ങൾ കണ്ടോ നിങ്ങള്? എന്താ ഈ ഒരു ക്ഷേത്രത്തെ
എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നുണ്ടാവും. ഇതിനെതിരായിട്ടാണ് പെരുമാൾ ഭക്തർ പ്രതികരിക്കേണ്ടത്. പെരുമാൾ എന്ന് പറയുന്ന നമ്മുടെ നാടിന്റെ നാഥനായിട്ടുള്ള നമ്മുടെ ഒരു പൈതൃകത്തിന്റെ സംസ്കാരത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പെരുമാളെ പൊതുസമൂഹത്തിൽ അപഹസിക്കുന്ന രീതിയിൽ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ക്ഷേത്രവുമായിട്ടുള്ളവർ. തറവാട്ട് ക്ഷേത്രം എന്ന് പറഞ്ഞ വിവരക്കേടിന്റെ പ്രതീകം അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ നിലപാടൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇപ്പോഴും തറവാട്ട് ക്ഷേത്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇതിനൊക്കെ കാണുന്നത്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രേക്ഷകരെ പച്ചവെളിച്ചത്തിന്റെ ഒരു വിജയം എന്നുള്ള രീതിയിൽ അത് പ്രേക്ഷകരുടെ വിജയമാണ് എന്ന് പറഞ്ഞാൽ വേറൊരു മാധ്യമം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. പച്ചവെളിച്ചം ഈ വിഷയം ഇവിടെ ഈ ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പച്ചവെളിച്ചം നൽകിയിരുന്നു. നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക, കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ഇതെല്ലാം കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാലോ. ഈ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്, കുറെ ചാക്കിലെ പ്ലാസ്റ്റിക് ഇടുന്ന് പറക്കി കൊണ്ടുപോയി. ഞാൻ വരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിന്റെ ചാക്കം കൊണ്ട് പോകുന്നുണ്ടായിനി. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. സാധാരണക്കാരന്റെ സാധാരണക്കാരൻ ഇത് ഒരു ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. ഇതാരെ തറവാട്ട് ക്ഷേത്രം, കുടുംബക്ഷേത്രം ഒന്നുമല്ല. അങ്ങനെ ധരിക്കുന്ന വിഡ്ഢികളൊക്കെ ഇവിടെ ഉണ്ട്. അത് അവരോടൊന്നും ആ അർത്ഥത്തിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇത് ദേവസ്വം ബോർഡിന്റെ അധീനത്തിലുള്ള ക്ഷേത്രമാണ്. ഈ വിഷയത്തില് കൃത്യമായ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ അധികാരികളുമായിട്ട് ദേവസ്വവുമായി ബന്ധപ്പെട്ടവരോട് പച്ചവെളിച്ചം പറഞ്ഞിട്ടുണ്ട്, നഗരസഭയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി കാണണം. അതുകൊണ്ട് പച്ചവെളിച്ചം പറയുന്ന കാര്യങ്ങളോട് എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് നിങ്ങൾ കാണണം, തുറന്ന് കാണണം. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേത്രക്കുളം, ക്ഷേത്ര മൈതാനം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ക്ഷേത്രത്തിന്റെ ഒരു അകം എന്നുള്ള രീതിയിൽ തന്നെ പരിപാവനമാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവിടെ നാറിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റില്ല, മൂക്കുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് ജനങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ കാണണം ഇതിൽ നിന്ന് വരുന്നത്. ഇതിന് തൊട്ടപ്പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം എന്ത് ചെയ്തു പറഞ്ഞാൽ സിനിമ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരുപാട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഗ്രൗണ്ട് അതിന് വിട്ടുകൊടുത്തതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വേസ്റ്റുകൾ അവസാനം അതൊന്നും ക്ലിയർ ആക്കാതെ പോയതുമായി ബന്ധപ്പെട്ട് പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. ആ സമയത്ത് ചന്ദ്രഹാസം വിളക്കി കുറെ ആൾക്കാർ വന്നിരുന്നു. അവരോടൊക്കെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇനി ഒരു വാർത്ത പച്ചവെളിച്ചം പയ്യന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിലും കൃത്യമായ നിലപാട് സ്വീകരിക്കും. അത് വിഷയം ചെറുതായാലും വലുതായാലും അത് എന്തായാലും അത് പച്ചവെളിച്ചത്തെ സംബന്ധിച്ചിടത്തോളം വാർത്തയാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഗ്രൗണ്ടില് ക്രിക്കറ്റിന്റെ പിച്ച് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ അലങ്കോലമാക്കിയിട്ട് അവശിഷ്ടങ്ങൾ ഇവിടെ തള്ളിയിട്ട് പോയ സിനിമാ കമ്പനിക്കെതിരായിട്ട് രതീഷ് ബാലകൃഷ്ണ പൊതുവാളുടെ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെതിരായിട്ട് വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബാക്കി വന്ന മുഴുവൻ വേസ്റ്റുകളും നമ്മൾ കണ്ടില്ല, ഫുട്ബോളിൽ കളിക്കുന്ന ഉണ്ടല്ലോ ഗോളി പോസ്റ്റ്, അവിടെയാണ് തള്ളിയിരുന്നത്. ആടെ കുഴിച്ചാലും ഇതുപോലെയുള്ള ഒരുപാട് വേസ്റ്റുകൾ നമുക്ക് കിട്ടും, അതിലൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, ഇത് പ്ലാസ്റ്റിക് ആണ്, നിങ്ങൾ ഇത് കണ്ണ് തുറന്ന് കാണണം. ലൈവ് നീട്ടുന്നൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാല് നമ്മളൊക്കെ ഇതൊക്കെ പറയുമ്പം നിങ്ങൾ ആളുകൾക്കൊക്കെ പറയും എന്താ അമ്പലത്തെ കുറിച്ച് അമ്പലത്തിന് കുറെ മുതലാളി പറഞ്ഞു ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്, ഇതൊക്കെ ആണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾ ആലോചിക്കുക, ഇവർക്ക് ഒരു ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമല്ലേ? ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. അവിടെയാണ് 14 ദിവസം ആരാധന മഹോത്സവം നടന്നത്. ആ ആരാധന മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്ലാസ്റ്റിക്കും വേസ്റ്റുകളും അതുപോലെ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളും കുറെയൊക്കെ ഇവിടെ തള്ളിയിട്ടുണ്ട്. ബാക്കിയൊക്കെ വിവിധ സ്ഥലങ്ങളിലാണ് തള്ളിയിട്ടുള്ളത് എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഇത് ശുദ്ധ തോന്നിയവാസമാണ്. ഇതിനെതിരെ നടപടി എന്താണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്നതെന്ന് നോക്കാം. ഏതായാലും നഗരസഭയിലെ ഹെൽത്ത് അല്ല സാർ, നിങ്ങൾ സംസാരിച്ചോ? എന്തായാലും നമുക്കതിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇത് വേണം സാറ് ഫോൺ കഴിഞ്ഞിട്ട് എന്തായാലും ഇത് പറയാനുള്ള ഉണ്ടല്ലോ. അതാ നഗരസഭയിലെ ഹെൽത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. ഇതൊക്കെ എന്തിന്റെ പേരിലായാലും എന്ന് പറഞ്ഞാൽ എന്തും ചെയ്തേക്കാം എന്നുള്ള നടപടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അമ്പലത്തിന്റെ ഉത്സവത്തിന് കുറെ ആൾക്കാർ നാട്ടിൽ നിന്ന് പിരിവലം നടത്തിയിട്ട്
കാരണം നാട്ടിലെ ആൾക്കാർ ഇഷ്ടം പോലെ പിരിവ് കൊടുക്കും, പെരുമാളുടെ പേരിൽ ഇഷ്ടം പോലെ പിരിവ് കൊടുക്കും, ചോദിക്കുമ്പോൾ ഭാര്യ കോരി കൊടുക്കും. അത് പിന്നെ ഇവരെ ധാരണത്തിൽ ഈ ആഘോഷ കമ്മിറ്റിക്കാരെ കണ്ട് അതുപോലത്തെ ഇവിടുത്തെ ദേവസ്വത്തിന്റെ ആൾക്കാരെ കണ്ടിട്ടാണെന്നുള്ള ധാരണ ചിലർക്കുണ്ട്. പെരുമാൾ ഭക്തരെ പെരുമാളെ വിശ്വസിച്ചുകൊണ്ട് നൽകുന്നതാണ് ഈ കാശൊക്കെ. ആ കാശ് കൊടുക്കുന്ന സമയത്ത് ആ ഭാര്യക്കോരി പൈസ ചെലവഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ 14 ദിവസവും ഭക്ഷണം നൽകിയിട്ട് അതുപോലെ അത് സംസ്കരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാതെയാണ് അവർ ഈ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സാർ എന്താണ് പിന്നെ നഗരസഭയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ചുമതലയുള്ള ആളാ? സാറിന്റെ പേരെന്താ? കൃഷ്ണൻ. കുഴിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇങ്ങനെ കുഴിച്ചിട്ട് മൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വാർത്ത കൊടുത്ത ഞാനാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് മെസ്സേജ് വാർത്ത നമ്മൾ കൊടുത്തത്. നിങ്ങൾ മെസ്സേജ് ഒന്നും എനിക്കറിയില്ല, വാർത്ത ഞാൻ കൊടുത്തിരുന്നു. നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിലമൊക്കെ നിരപ്പാക്കിയിട്ട് ഒരു മണ്ണ് എടുത്ത് ഒരു പ്രതീതി കണ്ടു. ഉടനെ തന്നെ ക്ഷേത്രം ഓഫീസിൽ പോയി കാര്യം അവരോട് ചോദിച്ചു. അവരിങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് പറഞ്ഞു. കുറച്ച് ഈ പിന്നെ പച്ചക്കറി കഴിഞ്ഞ കുറച്ച് സാധനങ്ങളാണ് അതിൽ ഇട്ടതാണ് അവര് നമ്മളോട് പറഞ്ഞു. ഞാനും ചോദിച്ചിരുന്നു അവരോട്. അവര് പറഞ്ഞു വെച്ചാൽ നഗരസഭക്ക് നമ്മളെല്ലാ അതിന്റെ ബില്ലടക്കം കാണിച്ചു. നഗരസഭക്ക് പിന്നെ ഇവിടുത്തെ പ്ലാസ്റ്റിക് മുഴുവൻ വേർതിരിച്ചിട്ട് ഹരിതകർമ്മ സേനക്ക് കൊടുത്തിരുന്നു, ഇത്ര രൂപ അടച്ചിട്ടുണ്ട് എന്നതൊക്കെയാണ് എന്നതാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിരുന്നത്. ഇത്ര പൈസ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഫോൺ വന്നിട്ടുണ്ട് സാറിന്. അതുകൊണ്ടാണ് അതുകൊണ്ട് എന്നോടും പറഞ്ഞിരുന്നു ഇതിൽ ഒറ്റ പ്ലാസ്റ്റിക് ഇട്ടിട്ടാന്നും പറഞ്ഞിരുന്നു. ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. എന്താ പറയാനുള്ളത്? ദിവസം ആ കുഴിച്ചിട്ട അതേ ദിവസം ഒരു മണിക്കൂറില്ല മിനിറ്റുകൾക്കകം നമ്മൾ ഇവിടെ എത്തി. ആ നിർദ്ദേശപ്രകാരം നമ്മൾ അവർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് കുഴിച്ചിട്ടത് അത് ശാസ്ത്രീയമായി പിന്നെ സംസ്കരിക്കണം എന്നാണ് നമ്മൾ അവർക്ക് നിർദ്ദേശം നൽകിയത്. അപ്പൊ ജൈവ മാലിന്യം ആണെങ്കിൽ കൂടി അത് സംസ്കരിക്കേണ്ട സ്ഥലം ഇതല്ല. അതിന് പര്യാപ്തമായ രീതിയിൽ അത് സംസ്കരിക്കണം. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം നമ്മുടെ ഹരിതകർമ്മ സേന ഏറ്റെടുക്കുന്നുണ്ട്. അത് ഉത്സവ സമയങ്ങളിൽ കുറെ പ്ലാസ്റ്റിക് ഈ ചന്തകളിൽ നിന്നും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. മറ്റുള്ള ഇവിടെ അങ്ങിങ്ങായി കൂടിക്കിടക്കുന്ന ശുചീകരണത്തിന് ശേഷം ഉള്ള മാലിന്യം ഇവിടെ തന്നെ മുന്നേ കാലങ്ങളിൽ കൂട്ടിക്കിടക്കുന്ന ഒരുപാട് മാലിന്യം ഇതില് ഡംപ് ചെയ്തിട്ടാണ് ഇപ്പൊ കുഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ട് ഒരുപാടുണ്ട്. ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഇത് സാറിന്റെ അഭിപ്രായത്തിൽ ജൈവ മാലിന്യമാണ്, ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് അല്ലേ? കുറെ പ്ലാസ്റ്റിക് കുറെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കാണാനില്ല, പക്ഷേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളാണ് കാണുന്നത്. പലതരം മാലിന്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായ സോർട്ടിങ് അതിന്റെ സെഗ്രിഗേഷൻ നടത്തി അവര് ആ രീതിയിൽ കൈമാറി തന്നെ. അല്ല ഇതിന് നടപടി എന്താ? നിയമലംഘനം നടത്തി ഫൈൻ ചുമത്തും. പിന്നെ നഗരസഭ അധികാരി ക്രിമിനൽ എന്താ വേണ്ട അറിയാം. ഇത് എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഇപ്പം മാലിന്യമുക്ത കേരള എന്നല്ല പിന്നെ മാർച്ചോടുകൂടി പറയുന്നത്. നമ്മളൊരു തീരുമാനം എടുത്തിരുന്നു. നമ്മൾ നഗരസഭയുമായി ബന്ധപ്പെട്ടവരോട് പറഞ്ഞിരുന്നു ഇവിടെ പ്ലാസ്റ്റിക് ആണ് ഇവർ പറഞ്ഞ പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് സാറിനോട് പറഞ്ഞ പോലെ ഒരു എല്ലാം വേർതിരിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ തള്ളിയിട്ട് ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ എന്നോട് പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? ആ സമയത്ത് ഞാൻ എടുത്ത ഒരു നിലപാട് എനിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. ഞാൻ വീഡിയോ ഞാൻ കൊടുത്തതല്ല, എനിക്കറിയാലോ എന്താണ് അതിൽ ഇട്ടിനെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതാന്ന് പറഞ്ഞിട്ട് ഞാൻ നഗരസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് ഞാൻ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, വാർത്ത കൊടുത്തിരുന്നു. അല്ല നമ്മള് പച്ചവിളിച്ച് ഓൾറെഡി പരാതി പിന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ. അല്ല സാർ ഇതെന്നറിയാം ഇത് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടൊന്നുമല്ല. നിങ്ങളിപ്പോ സാധാരണ അല്ല, ഇത് ധിക്കാരമാണ്. ഇതിനെ കാണേണ്ടത്. അല്ല നിങ്ങൾ കൊടുത്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറിനോട്. ഞാൻ പിന്നെ മുനിസിപ്പൽ സെക്രട്ടറിയോട് സംസാരിച്ചാണ്. ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ ക്ഷേത്രത്തിന്റെ പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും ആഘോഷ കമ്മിറ്റി അവിടെ മീറ്റിംഗ് കൂടിയിട്ട് തയ്യാറാക്കിയ 5 നിർദ്ദേശങ്ങളുണ്ട്. നഗരസഭയിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. അവര് കൃത്യമായിട്ട് പറഞ്ഞിനി പിന്നെ ഭക്ഷണം ആക്കണം ഇന്ന കാരണങ്ങൾ അവിടെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ ആ കൊടുത്ത നിർദ്ദേശങ്ങളിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട 3 നിർദ്ദേശം അവർ ലംഘിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇവിടെ ചന്തയാക്കിയിട്ട് ഇവർ ഇഷ്ടം പോലെ പൈസ എത്ര 50 ലക്ഷം റുപ്യ ചന്തയിലെ പൈസ വാങ്ങിച്ചത്. ഇവിടെ നിങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു അപകടം ഇവിടെ സംഭവിച്ചാൽ ആംബുലൻസ് വരാൻ പോലും പറ്റാത്ത രീതിയിലാണ് റോഡുകൾ തടസ്സപ്പെടുത്തിയിട്ടുള്ള സംവിധാനം ഉണ്ടായത്. അന്നേരം ഉണ്ടായിട്ടാന്നില്ല എന്റെ വീഡിയോ ഉണ്ട്. നഗരസഭയിൽ വിളിച്ച യോഗത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ എല്ലാവരും സമ്മതിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ കുറെ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും ആരാധനമാകുന്നതിന് ശേഷം ഈ നടത്തിയ പ്രവർത്തനം നിയമലംഘനം തന്നെയാണ്. ഈ നിയമലംഘനം നടത്തിയതിന് നിയമപ്രകാരമുള്ള ഫൈൻ തന്നെ ചുമത്തും. ആ
അല്ല ഇത് കണ്ടില്ല സാറേ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥയാലും അല്ല. ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യം, സാറേ ഹെൽത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനല്ലേ, ഇതിങ്ങനെ ഇതിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രദേശത്തുള്ള കിണറുകളെ അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ മറ്റു കാര്യങ്ങളെ ഇത് ബാധിക്കില്ലേ? പാരിസ്ഥിതിക പ്രശ്നമല്ലേ? ഒരു സംശയമില്ല. അതിന്റെ പിന്നെ സംസ്കരിക്കാത്തത് കൊണ്ടാണ് ഒരു വാഹനം പിന്നെ പോലീസ് പിടിച്ചത്. അതില് നടപടിയിലാണ് പോലീസ് തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിയമപ്രകാരം ഉള്ള നടപടി നഗരസഭ സ്വീകരിച്ചു വരുന്നുണ്ട്. അല്ല, പക്ഷെ നഗരസഭയോട് നമുക്കുള്ള ഒരു പരാതി എന്താ അറിയാം, ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞിരുന്നു. എന്താ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്ത ഒരു സംവിധാനം ആണ് നിലവിലുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ഭക്ഷണം നടത്താനുള്ള അനുവാദം കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം ഇവിടെ അവർക്ക് ഒരിക്കലും ഇത് കുളത്തെ തള്ളാൻ പറ്റില്ല. അവര് മറ്റു പല സ്ഥലത്തല്ലേ കൊണ്ടുപോയിട്ട് തള്ളുക. അത് ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നമ്മള് ആ ഒരു നിയമലംഘനം നടത്തിയ വണ്ടി പിടിച്ചെടുത്തത്. അത് ശരിയാണ്. അപ്പൊ അതില് അങ്ങനെയല്ല, നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാന്നല്ലാതെ നമ്മൾക്ക് ഇപ്പൊ ഞാൻ തന്നെ ഒരു സ്ഥാപനം നടത്തണ്ടെങ്കിൽ, ഒരു 100 ആക്കിയിരിക്കേണ്ട ഹോട്ടൽ നടത്തണമെങ്കിൽ ആ ഹോട്ടലില് മലിന വെള്ളം പിന്നെ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തൊരു ഹോട്ടലാണെങ്കിൽ, അപ്പൊ 100 ആൾക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഞാൻ 10 ആളെ വെച്ചിട്ട് ചെയ്യുന്നത് എനിക്ക് തീരുമാനിക്കും. ആ രീതിയിൽ ഉള്ള ഉത്സവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് കവിഞ്ഞുകൊണ്ടുള്ള ആൾക്കാരുടെ ബാഹുല്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അല്ല, പയ്യന്നൂർ അമ്പലത്തിൽ വലിയ രീതിയിൽ ആളുകൾ, ഒരു ക്രമാതീതമായ ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതൊക്കെ അതിന്റെ സംവിധാനം ക്ഷേത്രം അധികാരികള് വരും കാലങ്ങളിലെങ്കിലും ഉറപ്പാക്കണം. അല്ലാതെ നമുക്ക് അല്ല സാറേ, ഇത് നിരന്തരമായിട്ട് പറയാം. നമുക്ക് ഈ ക്ഷേത്രത്തിനോട് ഭയങ്കര ഞാനൊരു വിശ്വാസിയാണ്, ഒരു തർക്കമില്ല. ഈ ക്ഷേത്രത്തിന്റെ ഓരോ വിഷയത്തിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ നിരന്തരമായിട്ട് പറയണം. ഇതിൽ നമുക്ക് ശരിയാക്കണമെങ്കിൽ മാധ്യമത്തിന്റെ മാധ്യമങ്ങൾ നമ്മളെ ഓരോ പൊതുജനത്തിന്റെയും പിന്തുണയുണ്ടായാലേ ഈ അല്ല, മാർച്ചിൽ ഞാൻ സാറിന്റെ ശ്രദ്ധപ്പെടുത്തിയാണ്. എന്നാലും പ്രേക്ഷകരുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാർച്ചിൽ പിന്നെ സമ്പൂർണ്ണ കേരളത്തിലെ മാലിന്യമുക്ത കേരളം എന്നല്ല പറയുന്നത്. നമ്മളെ പയ്യന്നൂരിലെ PWD ഓട, ആ ഓടയില് പിന്നെ ഞാൻ സാറിന് ശ്രദ്ധപ്പെടുത്തിയതാണ്. ഓടയില് ഹോസ്പിറ്റലുകള്, അതുപോലെ തന്നെ ഹോട്ടലുകള്, ഇവിടുത്തെ ലോഡ്ജുകള്, മലമടങ്ങിയ അടക്കമുള്ള വെള്ളങ്ങള് അതിൽ നിക്ഷേപിച്ചിട്ട് അതൊക്കെ നമ്മുടെ ജലസ്രോതസ് പോവുകയാണ്. അത് അല്ല, അത് നമ്മ ഭരണ ടേക്കപ്പ് ചെയ്യുന്നു. അത് പിന്നോട്ടില്ല. നടപടി മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പാക്കിക്കൊണ്ടുള്ള മാലിന്യമുക്ത നവകേരളം ഉറപ്പാക്കലാണ്. അതെ, അല്ല ഇതിന് നിങ്ങൾ സാധാരണ രീതിയിൽ ആക്കിയാ പോരാ. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് 2 തരത്തില്, കാരണം ക്രിമിനൽ പിന്നെ കേസെടുക്കാൻ പറ്റുമെങ്കിൽ ഇതിന് ക്രിമിനൽ കേസെടുക്കാം. അത് ഇത് പറഞ്ഞുണ്ടല്ലോ, ഇത് ഉത്തരവാദിത്വം. കാരണം ഉത്സവം നടത്തി കുറെ ആൾക്കാർ ഗോളടിച്ചിട്ട് പോയി. ഉത്സവം നടത്തിയ ആൾക്കാരിൽ ഗോളടിച്ചിട്ട് പോയി. അവരെ കാര്യം നടത്തി അവരുടെ ഇതെല്ലാം ആക്കിയിട്ട് പോയി. അവസാനം ഇവിടെ മുഴുവൻ തള്ളപ്പെട്ടത് ഇതാണ്. അതിന് ഉത്സവാഘോഷ കമ്മിറ്റിക്ക് അടക്കം ഉത്തരവാദിത്വമുണ്ട്. അവരടക്കം ഇവിടെ പിന്നെ നമ്മളെ പിന്നെ അമ്പലത്തിന്റെ ഇവരെ മാത്രമല്ല, ഉത്സവാഘോഷ കമ്മിറ്റി അടക്കം ഇതിന് ഉത്തരം പറയേണ്ട സാഹചര്യമുണ്ട്. സാറേ, ഇത് അത്ര പിന്നെ ക്വാണ്ടിറ്റി പ്ലാസ്റ്റിക് കിട്ടിയെന്ന് സാർ പിന്നെ എന്നോട് രഹസ്യമായിട്ട് അങ്ങ് പറയണം. ഇവിടെ കുറെ ചാക്ക് അപ്പുറം കൊണ്ട് വെച്ചിട്ടുണ്ട്, കുറെ വെച്ചിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കുന്നത് ലൈവാണ്. ശക്തമായ നടപടി എടുക്കുന്ന സാറിന് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം നമ്മൾ നല്ല ഉദ്യോഗസ്ഥന്മാരെ കാര്യത്തില് അത് മതി. നമ്മള് വേക്കലിന്റെ പരാതി അടക്കം കൊടുത്തിട്ട് നമ്മളെ പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും പിന്തുണക്കും, ഒരു സംശയം വേണ്ട. ഇതാണ് അവസ്ഥ മൊത്തത്തിൽ, ഇതാണ് പറയാനുള്ളത്. ഇത് നമ്മൾ കാണുന്നതാ ഇവിടെ നഗരസഭ പിന്നെ ഇപ്പോഴത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഞാൻ പൊതുവെ വിമർശിക്കുന്ന ഒരാളാണ്. ഇവര് പൊതുവെ നല്ലൊരു സമീപനം, കാര്യങ്ങൾ പറഞ്ഞാൽ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു നഗരസഭയിലെ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കണ്ടോ നിങ്ങൾ? ഇതാ കുറയാണ് ഇവിടെ അവിടുന്ന് എടുത്ത സാധനം ഇതല്ലോ. ഇതാന്ന് പറഞ്ഞത് ഒന്നുമില്ല. നഗരസഭയോട് പറഞ്ഞത് പ്ലാസ്റ്റിക് ഇല്ല, അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇതില്ല, വേറെ ഒന്നുമില്ല, വെറും പിന്നെ അജൈവ മാലിന്യമാണ് അവിടെ തള്ളിയതെന്നാണ് പറഞ്ഞത്. നഗരസഭയോട് അങ്ങനെയാ പറഞ്ഞത്, പച്ച വെളിച്ചത്തോട് അങ്ങനെയാ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സാറിപ്പം പറഞ്ഞു അജൈവ മാലിന്യമടക്കം തള്ളാൻ വേണ്ടി പാടില്ല. പിന്നെ വേറൊരു കാര്യം നമ്മളെ വിശ്വാസികളല്ലേ, അതാ കൊണ്ടുവരുന്ന സാധനം കണ്ടോ, നമ്മൾ വിശ്വാസികളല്ലേ. നമ്മളെ ക്ഷേത്രത്തിന്റെ അകം എന്താണോ അതുപോലെ തന്നെയാണ് ക്ഷേത്രക്കുളവും, അതുപോലെ തന്നെ ക്ഷേത്ര മൈതാനവും. ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം. ഇത് വേറെ ഒന്നല്ല, ഇവരോട് ഞാൻ ഓൾറെഡി സാന്ദർഭികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നടുക്ക് അവിടെ പഴയ പിന്നെ സിനിമയുടെ ഇതുപോലുള്ള എല്ലാ സാധനവും ഇവിടെ തള്ളിയിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത് വീടുണ്ട്. ഈ വീടിലുള്ള ആൾക്കാർക്ക് വീടിൽ കിണറുണ്ട്, തൊട്ടടുത്ത് ഒരുപാട് വീടുണ്ട്, കിണറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവരുടെ കുടിവെള്ളത്തെ അടക്കം ബാധിക്കുന്ന വിഷയമാണ്.
അതുകൊണ്ട് ഇനി ഇതായിട്ടില്ല, ഇഷ്ടം പോലെ ഉണ്ട് അത്ര. ഇത് 1 മണിക്കൂർ എടുത്താൽ തീരൂല. കല്ലടക്കമുള്ള കണ്ടോ, വെള്ളം വരാൻ തുടങ്ങി. കല്ലടക്കമുള്ള മുഴുവൻ മാലിന്യങ്ങളും സാറേ, എല്ലാ മാലിന്യങ്ങളും എടുക്കണം. ഇതിന് കംപ്ലീറ്റ് മാലിന്യങ്ങൾ എടുത്തിട്ട് നല്ല മണ്ണ് ഇടണം ഇതില്. അല്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചെന്താ അറിയാ, എന്താ വെച്ചാൽ ഇതിന് ആവശ്യമായ പൈസ ചെലവാക്കി ഞാൻ നഗരസഭക്ക് തന്നിട്ട് ഞാൻ തീരുമാനിച്ചാന്ന്. എന്താ പറയുക, കാരണം വെച്ചാൽ എന്റെ വീട്ടിലെ അടുത്ത ഇതെല്ലാം എടുക്കണം. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഞാനിപ്പം പ്ലാസ്റ്റിക്കിന്റെ പൈസ ഞാൻ എന്റെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്നില്ലല്ലോ സാറേ. പ്ലാസ്റ്റിക്കിന്റെ പൈസ ഞാൻ എല്ലാ മാസം 50 രൂപ തോല് ഞാൻ അടക്കമുള്ള ആൾക്കാർ തരുന്നുണ്ട്. ഇവരിങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളെന്തിനാന്ന് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പൈസ കൊടുക്കുന്നത്? ആ വിഷയം. അതുകൊണ്ട് എല്ലാ മാലിന്യം എടുക്കണം സാറേ. എല്ലാ മാലിന്യം എടുക്കണം. ആൾക്കാരുടെ നല്ല പ്രതികരണമാണ് വരുന്നത്. മുനിസിപ്പാലിറ്റി ശക്തമായ നടപടി സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. മാലിന്യം കൊണ്ടുപോകാൻ കരാർ എടുത്തവർ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഈ കരാറ് കൊടുത്തതും കരാറ് എടുത്തതെല്ലാം ഇവരെ കാര്യമാണ്. അതൊന്നും നമ്മളെ വിഷയമല്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അതെല്ലാം ഇവരെ കാര്യമാണ് എന്ന് പറയാനുണ്ട് രാജാ. ഒന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് രാജനെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഒന്നും പറയുന്നത് പറയാനുണ്ട്, പറയാട്ടാ. പച്ച വെളിച്ചത്തിനോട് വിമർശനം ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ പച്ച വെളിച്ചു കൂടി വന്നു എന്ന് പറഞ്ഞാൽ പച്ച വെളിച്ചത്തെ പിന്നെ ഈ നാട്ടിലുള്ള ആളൊന്നും അല്ലേ. വെളിച്ചത്തിന് പറയാനില്ല. പച്ച വെളിച്ചം പറയും. അത് എല്ലാ കാര്യം പറയും. ദേവസ്വത്തിന്റെ തലം കട്ടവനും പറയും. എല്ലാം പറയും. ഞാൻ എല്ലാം പറയലുണ്ട്. അല്ല ഞാൻ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഞാൻ ഇന്ന് വിളിച്ചിന്. എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി ദേവസ്വത്തിന്റെ 1/4 സെന്റ് സ്ഥലം മോഹനം മാഷ സ്ഥലത്തുണ്ട്. അത് അയാൾ ഒഴിഞ്ഞിട്ട് വേണം പല കാര്യങ്ങളും അമ്പലത്തിനെതിരെ കളിക്കാൻ. നിങ്ങൾ എല്ലാം ഒഴിപ്പിക്കണം. എല്ലാം വേണ്ടേ? നിങ്ങൾ ഒഴിപ്പിക്കണം. അല്ല ദേവസ്വത്തിന്റെ സ്ഥലങ്ങള് പിടിച്ചെടുക്കാനുള്ള സംവിധാനം വേണ്ടി വരും. വേണ്ടി വരുമെന്നല്ല, അത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോരാള് പിന്നെ അയാള് ദേവസ്വത്തിന്റെ സ്ഥലത്ത് മറ്റേ ഇന്റർലോക്ക് വെച്ചത് എടുത്ത് കളഞ്ഞതിന് അയാള് വെച്ചിട്ട് നടക്കല്ലേ. അല്ല, അയാൾ എന്ത് പറഞ്ഞാലും ഇത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റാണ്. അതല്ല, ഞാനത് അപ്പൊ ഇത് നമ്മള് എടുക്കാനല്ല തയ്യാറായി. അല്ല ഉത്സവാഘോഷ കമ്മിറ്റിക്ക് ഉത്തരവാദിത്വം ഇല്ലേ ശരിക്കും പറഞ്ഞാല്? അതൊന്നും ഞാൻ പറയാൻ ആളല്ല. നിങ്ങൾ ഉദ്യോഗസ്ഥനായോണ്ട് അതുകൊണ്ട് അല്ല, ഒരു കാര്യം നിങ്ങളെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഞാൻ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ മോനമാഷ പോലെയുള്ളവര് ദേവസ്വം ഭൂമി പിടിച്ചെടുത്തിട്ടില്ല, അതെല്ലാം ഒഴിവാക്കി കൊടുക്കുമല്ലോ. അത് അതിന് നടപടി 2015 കോടതി വിധിച്ചിട്ടില്ലേ? കോടതി വിധിച്ചില്ല. 1 ഏക്കർ 28 സെന്റ് സ്ഥലം തിരിച്ചു പിടിക്കണം. നിങ്ങളെ ക്ഷേത്രം നടപടി അതിന് നിരന്തരമായി വാർത്ത കൊടുത്ത മാധ്യമം ഞാനല്ലേ? അതൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മ ചെയ്യൂത്. അതിന്റെ ബാക്കിൽ നമ്മ എന്തായാലും പോകും. നമ്മൾക്ക് പിന്നെ ഇതിലൊരു കാര്യം ഉണ്ടല്ലോ രാജാ. ഇതിലൊരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങളെ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഇന്ന് ഞാൻ ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. എന്നാ വെച്ചാലുണ്ടല്ലോ, പട്ടയം റദ്ദാക്കാൻ നിങ്ങൾ കൊടുക്കണം. നമുക്ക് കൊടുക്കാൻ പറ്റില്ല പട്ടയം റദ്ദാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളാ കൊടുക്കേണ്ടത്. നമ്മൾ അല്ലെങ്കിൽ പച്ച വെളിച്ചത്തിൽ ആരെതിരായാലും നമുക്ക് വിഷയമല്ല. അമ്പലത്തിനെതിരെ ഉള്ള കാര്യം പറയാൻ പാടുള്ളൂ മാത്രമേ. അമ്പലത്തിനെതിരെ എതിരെ അല്ലാത്ത ഏതാ കാര്യം പറഞ്ഞു? ഇല്ലാത്തൊരു കാര്യം പറയല്ല. അങ്ങനെ ഒരാൾക്ക് ഓരോ താല്പര്യം തോന്നും. ഇത് തോന്നിയവാസമാണ്. ഇത് ആര് ചെയ്താലും, എന്റെ അച്ഛൻ ചെയ്താലും തെറ്റാ. ഇതിനെ നമ്മൾ വിമർശിക്കാൻ അതിൽ വേറെ ഇതൊന്നുമില്ല. അതുകൊണ്ട് സാറേ, ക്രിമിനൽ പിന്നെ സിവിലായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെല്ലാം നടപടി ഇതിനെടുക്കാൻ വേണ്ടി പറ്റും അതൊക്കെ എടുക്കണം. കാരണം വെച്ചാലുണ്ടല്ലോ, നിങ്ങൾ അവിടെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, 3 മീറ്റിംഗ്. ആ 3 മീറ്റിംഗിൽ വന്ന ആൾക്കാരുണ്ട്, ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആൾക്കാരുണ്ട്, ദേവസ്വത്തിന്റെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ നടപടി സ്ട്രോങ് ആയിട്ടുണ്ടാവണം. ഇതാണ് പറയാനുള്ളത്. വേറെ ഇതിൽ അധികം നീട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നിലപാട് സ്വീകരിക്കുന്ന മാധ്യമമാണ് പച്ചവെളിച്ചം. അതിൽ ചെറുത് വലുത് എന്ന രീതിയിലില്ല. ഇവിടെ ഡിവൈഎഫ്ഐ ഒരു ബോർഡ് വെച്ച സമയത്ത്, അവിടെ പിന്നെ സെൽഫി ബോർഡ് വെച്ച സമയത്ത് പോലും നിലപാട് പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം ചകഞ്ഞ് ആൾക്കാർ വരും. കാരണം വെച്ചാൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിലൂടെ വളർന്ന് വന്ന ആ കരുത്ത് തന്നെയാണ് നമ്മളുടെ കരുത്ത്. അത് തന്നെയാണ് ഇതൊക്കെ പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും നിലപാട് സ്വീകരിക്കാനുള്ള ആർജവം എന്നൊക്കെ വ്യക്തമാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ആ സമയത്ത് ഡിവൈഎഫ്ഐ അവിടെ ഒരു ബോർഡ് വെച്ച സമയത്ത്, ഉത്സവത്തിൻ്റെമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒരു സെൽഫി ബോർഡ് വെച്ച സമയത്ത് അത് ഒഴിവാക്കാമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അമ്പലത്തിലെ എല്ലാ വിഷയത്തെക്കുറിച്ച് കൃത്യമായ നിലപാട് പറയുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ പച്ചവെളിച്ച ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തുടരും.
അതുകൊണ്ട് ഈ വിജയം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഒരൊറ്റ പ്ലാസ്റ്റിക് പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു നിലപാടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ മുഴുവൻ മാലിന്യം, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളിയ കാഴ്ച പ്രേക്ഷകരെ പിന്നോട് മുന്നിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അധികാരികളെ കൊണ്ട് അതിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെളിച്ചം തന്നെ അതിന് പരാതി കൊടുക്കാനും അതിന്റെ പിറകെ സഞ്ചരിക്കാനും തയ്യാറായിട്ടുണ്ട്. എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം, പച്ചവെളിച്ചത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഇത്തരം അനീതികളെ, ഇത്തരം തോന്നിവാസങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചവെളിച്ചം മാത്രം തന്നെ വാർത്തയും ചെയ്യുക, പരാതി കൊടുക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള ഒരു സംവിധാനത്തിന് പകരം മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുന്ന സംവിധാനം പച്ചവെളിച്ചം ഏറ്റെടുക്കുന്നതോടൊപ്പം പരാതി കൊടുത്തിട്ട് അതിനോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകരും പൊതുസമൂഹവും തയ്യാറായാൽ നമ്മൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പയ്യന്നൂരിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഈ വിജയം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.